ഹായ് ഗായ്സ്, ഇപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നല്ല മഴയാണെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഞാൻ കാസർഗോഡാണ്. അപ്പോൾ ഈ നമ്മളുടെ ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം, അതായത് ഷോപ്പിൽ വന്നിട്ടാകുമ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, എന്നാലും ചെറിയ 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 പണിയുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാലോ? ഓക്കെ, ഞാൻ വന്നപാട് അടിച്ചു കേട്ടോ. ഇനി എനിക്ക് ഈ ടേബിളും കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പാടുള്ള പണിയല്ല ഗൈസ്. എൻ്റെ ഒരു നോക്കുമ്പോൾ എനിക്കിതൊന്നും വലിയ പാടുള്ള കാര്യമില്ല. പാടില്ല അല്ലേ? അപ്പോൾ ഗൈസ്, എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ അടിക്കണം, തുടക്കണം, ഗ്ലാസ് ക്ലീൻ ചെയ്യണം, ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യണം, അതൊക്കെ ചെയ്തു. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എൻ്റെ അടിക്കുന്ന വീഡിയോസൊന്നും കാണിക്കാതെയാണ്. ഞാനില്ലേ ഓൾറെഡി അടിച്ചു കഴിഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർത്തത് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്താലോ എന്ന്. ഒരു വലിയ കാര്യമില്ലാത്ത വീഡിയോ ആണ്, ഒരു സിമ്പിൾ വീഡിയോ ആണ്. എന്നാലും അധികമൊന്നും കാണാനൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു രാവിലത്തെ റൊട്ടീൻ എനിക്ക് തന്നെ ശീലമായിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ട് ബോറടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും എന്തായാലും ബോറടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇങ്ങനൊരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിളക്കത്തിക്കാം. ഇതാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കൽ. സരസ്വതി ലക്ഷ്മി ദേവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരു ചക്രത്തിൻ്റെ ഒരു ഇതുമുണ്ട്. അതിൻ്റെ ശരിക്കും ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. എന്തൊരു ചക്രമാണെന്ന് മാത്രം അറിയാം. പിന്നെ ചെറിയൊരു വിളക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ഒരു ചെറിയൊരു പൂജാമുറിയില്ല, പൂജ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ശ്രീരാമ ശ്രീപദേ സീതാപരേ രാമ കാരുണ്യവാനിധേ കൈതോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ കർപ്പൂരമല്ലല്ലോ, എന്താ പറയല്, ഊതില്ലേ, എന്താ പറയല്, എന്താ അതിനെ പറയല്, ഞാൻ കാണിച്ചു തരാം. ഇത് ഈ സാധനമാണ്. പെട്ടെന്ന് എനിക്കിതിൻ്റെ പേര് മറന്നുപോയി. നമ്മൾ കുന്തിരിക്കില്ലേ, ഇത് കുന്തിരിക്കം കത്തിച്ചിട്ട് ഒന്ന് ചെയ്യിക്കണം. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു വാം സ്മെല്ല്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷം തരുന്ന, ഒരു എനർജറ്റിക് ഇട്ടുള്ള ഒരു നല്ല സ്മെല്ലില്ലേ, അതാണ് ഈ സ്മെല്ല്. അപ്പോൾ ഇത് ഇവിടെ കത്തിച്ചിട്ട് ഫുള്ള് പഴക്കണം കേട്ടോ. അതാണ് നെക്സ്റ്റ് പരിപാടി. അതിനു മുന്നേ നമുക്ക് ഈ കസാരയല്ല, സ്റ്റൂളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടാം. ഈ സാധനത്തിലാണ് നമ്മൾ കുന്തിരിക്കം കത്തിക്കൽ. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ കൂടി പുകയൊക്കെ വരും. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കത്തിക്കാം. ഇത് കണ്ട പുക വരുന്ന നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഇത് അടച്ചിട്ടാകുമ്പോൾ അതിൽ കൂടി പുക വരും. കണ്ട, ഈ ഹോൾസിൽ കൂടി പുക വരുന്നത് നല്ല രസമല്ലേ? നമുക്കിത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഏകദേശം എൻ്റെ ഒരു പണി തീർന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ആ ഓർഡേഴ്സ് പാക്ക് ചെയ്യണം. കൊറിയർ അയക്കേണ്ട ഓർഡേഴ്സാണ്, അത് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. ഇത്രയൊക്കെ ഇനി ചെയ്യാനുള്ളൂ. നമുക്കതും കൂടി കാണാം കേട്ടോ. അത് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ് ആൻഡ് പ്രെയർ അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ല. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു കാര്യം പറഞ്ഞുപോയി, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്. ഇത് ഇവിടുത്തെ ഡ്രസ്സാണ് കേട്ടോ, ഇവിടുന്ന് എടുത്ത ഡ്രസ്സാണ്. ലീല ഡിസൈൻസിൻ്റെ ഡ്രസ്സാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമായി. നല്ലൊരു സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മിറർ വർക്കൊക്കെ വന്ന് നല്ല രസമുണ്ട് വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എലഗൻറ്റ് ലുക്ക് എനിക്കിത് തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയാം. എനിക്ക് സന്തോഷമാവും. എങ്ങനെയുണ്ട്, എനിക്കിത് ഭംഗിയുണ്ടോ, അതോ ഭംഗിയില്ലെങ്കിൽ ഭംഗിയില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഭംഗിയുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതിനകത്തെ എനിക്കൊരുപാട് ഇഷ്ടമായി ഡ്രസ്സ്. ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഞാനിത് ഇപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഒരു നല്ല പ്ലസൻറ്റ് നല്ല ഭംഗിയുള്ള ലുക്കിൽ വേണമല്ലോ നമ്മളുടെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. വെറുതെ പെട്ടിയിലിട്ട് അടിച്ചു വെച്ചിട്ട് എന്താക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ടൈറ്റ് ആവും. അങ്ങനെയല്ല, എനിക്ക് എന്നെ കണ്ടാൽ ഞാൻ തടി വെക്കുമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഞാൻ തടി വെക്കൂല ഗൈസ്. ഇത് തന്നെയാണ് എൻ്റെ 8ാം ക്ലാസ്സിലെ ഡ്രസ്സ് പോലും എനിക്ക് ഇപ്പോഴും ഫിറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതാ ഈ 2 ഡ്രസ്സാണ് നമ്മളുടെ ആ ചേച്ചി നമുക്ക് ഈ 2 ഡ്രസ്സാണ് നമുക്ക് കൊറിയർ അയക്കാനുള്ളത്. പിന്നെയും കുറേ ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്. നാളത്തേക്കും മറ്റന്നത്തേക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. എന്താ വെച്ചാൽ മഴ കാരണം എനിക്ക് നല്ല മടി പിടിച്ചിരിക്കുകയാണ്. കുറേ എണ്ണം പാക്ക് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പാക്കേജാണ്. അതിപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്യാം നമുക്ക്. ഞാൻ നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വീഡിയോസിലെടുക്കണം. എന്നെ കാണില്ല എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വീഡിയോസ് എടുക്കണം. കുറച്ച് വീഡിയോസ് എടുക്കണം. ഇതിൻ്റെ മാത്രമല്ല ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ട്. എനിക്ക് ചെറുതായിട്ട് നല്ല മടിയുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നല്ല മടിയുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേസ്. ഇപ്പോഴാണൊന്ന് കുറച്ച് ഇത്തിരി ഒന്ന് ക്ഷമിച്ചത് ഇപ്പോഴാണ്. നേരത്തൊക്കെ നല്ല മഴയാണ്. നല്ല മഴയായിരുന്നു. കാറ്റൊന്നും ഉണ്ടായില്ല, പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാണിക്കാത്ത എന്താ വെച്ചാൽ ഈ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഞാൻ അതിൻ്റെ സ്ഥലം ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക്. ഇവിടെയാണ് ഞാൻ വീഡിയോസ് എടുത്തത്. ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുമെങ്കിൽ നമ്മൾ ലീല ഡിസൈൻസിൻ്റെ പേജിൽ നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. 2 കവറായിട്ടാണ് ഇടേണ്ടത്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാറാട്ടോ. ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എടുത്ത ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, വാടാമല്ലി ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഞാൻ ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ടായത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനും കൂടി എടുത്തിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചേച്ചി നമ്മളുടെ ഈ കസ്റ്റമർ നമ്മളെ ഭയങ്കര ലോയൽ കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നെൽബ എന്ന് പറയുന്നൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തെന്നില്ലാത്ത കോൺഫിഡൻ്റ് ആണ് നെൽബ എന്ന് പറഞ്ഞ കുട്ടി. കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം. അവളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. എനിക്കൊരുപാട് നന്ദിയുണ്ട്, എനിക്കൊരുപാട് സ്നേഹം കിട്ടി. താങ്ക് യു വെരി മച്ച്. ആൻഡ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ പണി തീർന്നിട്ടുണ്ട്.
രാവിലെ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു രാവിലത്തെ റൊട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റെക്കമെൻഡേഷൻസിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.